ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ പിടിച്ച് വലിച്ച് നീട്ടി വലിയ ഇൻട്രോ ഒന്നും ഞാൻ ഇനി പറയണില്ല കേട്ടോ. ഭയങ്കര ബോറടിക്കുന്ന ജിഫി ഇൻട്രോ പറച്ചിലൊന്നും വേണ്ടാന്ന് മാത്രം മതി, വല്ല വിശേഷാൽ വല്ല ദിവസങ്ങളിൽ മാത്രം മതി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഇൻട്രോ പറച്ചിലൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ എണ്ണീറ്റ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ കിച്ചണിൽ കയറുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും തൃപ്തിയാണ്. അപ്പോൾ അത് 5:45 ആയപ്പോഴത്തേന് ഏകദേശം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോട്ടറൊക്കെ ഓണാക്കി ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ നടയിൽ തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദിവസം അടിപൊളിയാണ് കേട്ടോ. വെറുതെ പറയല്ല, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തമ്പുരാന്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾ ഏത് മതവിശ്വാസിയാണോ, ഏത് ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അവിടെ ആ ദിവസം അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങ് തുടങ്ങിക്കോളൂ. പിന്നെ എല്ലാം അങ്ങോട്ട് നോക്കിക്കോളും, ദൈവം അങ്ങോട്ട് ശരിയാക്കിക്കോളും. എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആവണം എന്നില്ല, പക്ഷെ ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ആ ദിവസം നന്നാവണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കഴിവ് നമ്മുടെ കൂടെ ഉണ്ട്, തമ്പുരാന് കഴിവുള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കണത്. എത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പരിധിവരെ നമ്മൾ അഫക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ദാ രാവിലെ ജോക്കുട്ടൻ തലേ ദിവസം മഴയത്ത് ചെറുതായിട്ടൊന്ന് കളിച്ചായിരുന്നു. അതായത് മുറ്റത്ത് തന്നെ നിന്നിട്ട് നമ്മുടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചാറ്റിലടിക്കുമ്പോൾ തെറിച്ച് മുറ്റത്തേക്കൊക്കെ വീഴും. അപ്പം അവൻ അതും വെച്ച് കുടയും വെച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചായിരുന്നു. ഞാൻ മാറിയ നേരത്തെ അവൻ ആ കുടയൊക്കെ മാറ്റി തലയൊന്ന് നനച്ചു. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഇനി ഞായറാഴ്ച ഐസ്ക്രീം കഴിച്ചതിൻ്റെ ആണെന്നും അറിയില്ല. അവന് ചെറിയൊരു ചുമയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാത്രി മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയത്. സ്കൂളിലേക്ക് വിടാന്നുള്ള ധാരണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അവനെ കിടത്തിയത്, ഉറക്കിയതൊക്കെ. അപ്പോൾ രാത്രി ആയപ്പോഴും ചുമ ഉണ്ടായിരുന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവന് പോകാനുള്ള ചോറെല്ലാം കിട്ടി, യൂണിഫോം എല്ലാം തേച്ച് അവനെ റെഡിയാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും അവൻ വയ്യാണ്ടിരിക്കുകയാണ്, തീരെ വയ്യാണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണമൊക്കെ മാറി കേട്ടോ. മരുന്ന് കഴിച്ച് ഉഷാറായി കഴിഞ്ഞപ്പോഴത്തേനും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴത്തേനും ഉഷാറായി. പക്ഷെ ഞാൻ ഈ ദിവസം അവനെ സ്കൂളിൽ വിട്ടില്ല. പക്ഷെ രാവിലത്തെ അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ അതാ അന്നമോള് രാവിലെ എണ്ണീറ്റ് ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും അവളെയും വിളിക്കും. കാരണം ഇപ്പൊ പരീക്ഷയുടെ മാസമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പോർഷൻസ് പെൻഡിങ് ഉണ്ട്. ഈ മഴയുടെ അവധിയൊക്കെ വന്നപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പഠിക്കാനുള്ളതെല്ലാം പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇവിടെ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ഓണപ്പരീക്ഷയ്ക്ക് കുറേ ഞങ്ങൾ നീന്തി കയറാനുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നേരത്തെ ഇപ്പം വിളിക്കും, കയ്യോടെ തന്നെ ഇരുന്ന് പഠിച്ചോളാൻ പറയും. അപ്പോൾ ഇതാ രാവിലെ തന്നെ ചോറൊക്കെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. തലേ ദിവസം വെള്ളത്തിലിടണമെന്ന് ഓർത്തിട്ടാണ് കിടന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾ പരിപ്പല്ലേ, സാരില്ല, ഒരു വിസൽ അധികം ഒടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തോളം ഓർത്തു. പക്ഷെ ഗ്യാസ് പോകും, അത് വേറെ കാര്യം. ഒന്ന് വെള്ളത്തിലിടുന്നത് നല്ലതാണ്. നന്നായിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മി കഴുകുമ്പോഴത്തേനും നമുക്ക് അതിലഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും, കുതിർത്തിയിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി തവണ കഴുകേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരിപ്പ് അവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഈ തപ്പി നടക്കുന്നത് എന്താണെന്നല്ലേ, കുക്കറിൻ്റെ വിസിൽ കാണാനില്ല. ഞാൻ എന്തോ കാര്യത്തിന് പുട്ട് വയ്ക്കാനോ എന്തോ ഒരു സംഗതി വെക്കാനോ വേണ്ടിയിട്ട് ഞാൻ വിസിൽ ഊരി മാറ്റിയിരുന്നു. അവസാനം കിട്ടിയിട്ടോ, ഉള്ളിക്കൊട്ടയിലുണ്ടായിരുന്നു, അതിലാണ് ഊരി വെച്ചിരുന്നത്. കാരണം കണ്ണെത്തുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ കളിക്കാൻ എടുത്തുകൊണ്ട് പോകും. കുക്കറിന് വിസിലില്ലാണ്ട് എന്തോ കാണിക്കും. കുക്കറും മിക്സി ഇല്ലെങ്കിൽ അടുക്കള പൂട്ടിയിടേണ്ടി വരും, അതായിരിക്കും അവസ്ഥ. അപ്പം ഞാൻ അങ്ങനെ പരിപ്പൊക്കെ അവിടെ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അന്നമോള് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എൻ്റെ പരിപ്പൊക്കെ അവിടെ വെന്ത് വരുന്നുണ്ട്. ഞാൻ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അവൾ ഇടയ്ക്ക് വരും കേട്ടോ. അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഇരുന്ന് മലയാളം പഠിക്കണം എന്നാണ്. കാരണം അവൾക്ക് മലയാളമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഞാൻ പറയും വായിച്ച് പഠിക്കുന്ന പറയും. എന്നിട്ട് 1-2 വട്ടം കാണാണ്ട് എഴുതിക്കുമ്പോഴത്തേനും എന്താ തെറ്റെന്ന് മനസ്സിലാകുമല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ് ആളെ. അങ്ങനെ അവള് ഇടക്കിടക്ക് ഇങ്ങനെ വരും കേട്ടോ. സംശയ നിവാരണത്തിന് വേണ്ടി ഇടക്കിടക്ക് വരും. അപ്പോൾ ഞാൻ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും ഒറ്റയ്ക്കുള്ള അധികം പച്ചക്കറികളൊന്നുമില്ല. അതായത് അച്ചിങ്ങ അധികം, കൂർക്ക് അധികം അങ്ങനെ ഇല്ല.
കുറച്ച് അച്ചിങ്ങ, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഇത്ര ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കൂട്ടിപ്പിടിച്ചൊരു മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊടി എടുത്തപ്പോഴത്തേനും ഇച്ചിരി എൻ്റെ മൂക്കിൽ പോയിട്ട് എനിക്ക് അയ്യോ ചൊറിഞ്ഞിട്ട് അസ്വസ്ഥതയും കൊണ്ട് വയ്യ. അപ്പോൾ അതാ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അടപ്പത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും എന്നോട് പറഞ്ഞേ, അടപ്പല്ല ജിഫി, അടപ്പെന്ന് പറയരുത്, അത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് എന്നൊക്കെ വേണം പറയാൻ, നമ്മൾ ഈ സാധാരണക്കാരല്ലേ ചേച്ചി. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇപ്പോൾ കൗണ്ടർ ടോപ്പ്, സ്ലാബിൻ്റെ പുറന്ന് പെട്ടെന്ന് അങ്ങനെ സാധാരണ പറയണ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു പോണതാണ്. എന്തെങ്കിലും ആവട്ടെ, മനുഷ്യനല്ലേ. അപ്പോൾ അതാ നമുക്ക് ഗോതമ്പ് ദോശയാണ്. എനിക്ക് ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ അപ്പൻ്റെ മക്കൾക്കൊക്കെ കുഴപ്പമില്ല, ഇഷ്ടമാണ്, കഴിച്ചോളും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ നമ്മൾ ഗോതമ്പിൻ്റെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ എൻ്റെ ദോശയുടെ പാൻ ഉണ്ടാക്കിയെടുക്കുന്ന പാൻ നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുക. എനിക്കൊരു ദോശക്കല്ല് വേറെ മേടിക്കണം, നന്നായിട്ടൊന്ന് മയക്കിയെടുക്കണം. എന്നോട് ചോദിക്കേണ്ട 1-2 പേര് മറ്റേ ഈ വീഡിയോ ചെയ്യാവോ ചേച്ചി, എന്താണെന്നോ നമ്മുടെ കാസ്റ്റ് അയൺ സീസണിങ് ചെയ്യാമോന്ന്. അപ്പം ഞാൻ ഒരെണ്ണം ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് മേടിച്ച് വെപ്പിച്ചിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, എത്തിക്കഴിയുമ്പോഴത്തേന് ഞാൻ എന്തായാലും ഞാനത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ദോശമാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് ഞാൻ അവിടെ സൈഡിൽ കിറ്റിൽ കുറച്ച് പഴം തൂക്കിയിട്ടിരിക്കണം കണ്ടത്. അപ്പം ഞാൻ കരുതി എനിക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയത്തൊക്കെ അമ്മ ഇങ്ങനെ പറയും, ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് ശർക്കരയും പീരയും മാത്രം ഇട്ടിട്ട് കഴിക്കും, നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ ഞാനിവിടെ വെള്ളം നനച്ചിട്ടല്ല ഗോതമ്പ് പൊടി, 1 ഗ്ലാസ് ചോറിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എന്നുള്ള കണക്കിലെടുത്ത് ഉപ്പിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കൂട്ടിത്തിരുമും. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും ഒരു 3 വട്ടം. എന്നിട്ട് അത് കണ്ടോ, ഞാൻ വാഷറിലാണ്ടാണ് അടിച്ചത്, എൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി എടുത്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് കിർക്കിർന്ന് പറഞ്ഞൊന്ന് കറക്കിയെടുക്കും. അപ്പോഴേക്കും നമുക്ക് നല്ല ഉതിരു പോലെ ഗോതമ്പിൻ്റെ പൊടി കിട്ടും. നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കണ്ട, 1 ഗ്ലാസ് ചോറ് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, കറക്റ്റാണ് ഈ സംഗതി. നമുക്ക് ആദ്യം കാണുമ്പോഴത്തേനും ഒത്തിരി നേരിട്ട് അടിക്കരുത് കേട്ടോ. ഒത്തിരി നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി മാവ് പോലെ ഇങ്ങനെ കുഴഞ്ഞു കിട്ടും. പിന്നെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇല്ലാണ്ട് അടിക്കുന്നതുകൊണ്ട് പയ്യൊന്ന് അവിടെ ഇവിടെയൊക്കെ തെറിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു വട്ടവും കൂടി 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് 1 ഗ്ലാസ് ചോറ്, നമ്മളിപ്പോൾ പൊൻകതിരിൻ്റെ പറയുന്ന പോലെ അല്ലേ, 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന് പറയണ പോലെ തന്നെയാണ്. അപ്പോൾ അതാ ഈ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ എടുത്താലുള്ള പ്രശ്നം ഇതാണ്, അവിടെ ഇവിടെയൊക്കെ ആവും. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മെയിൻ മടി ഇതാണ്, ഈ ക്ലീൻ ചെയ്യണമല്ലോ, അതിന് മാത്രമാവും. ഈ തുടയ്ക്കുന്ന തുണിയിലും ഇഷ്ടം പോലെ ആവും. അപ്പോൾ അതാ അന്നമോള് ഇടയ്ക്ക് വന്ന് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറ് തിളച്ചിട്ട് അപ്പം നമുക്കത് അടക്കാം. ഇപ്പോൾ ചോറ് അടയ്ക്കാനുള്ള ഒരു ഇതൊക്കെ പേടിയൊക്കെ മാറി ഞാൻ അതിൻ്റെ ഒരു മരുങ്ങിനൊക്കെ അടക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന കാക്കിരി പറഞ്ഞത് മലയാളം പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് ടൈം ലാപ്സിൽ സ്പീഡിൽ ഇട്ടത്. അപ്പം ഞാൻ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതലൊന്നും ഇല്ലാട്ടോ. ഇവിടെ പിള്ളേർക്ക് വെളുത്തുള്ളിലേക്ക് ഇട്ട് ചതയ്ക്കണത് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ വെറുതെ ഉള്ളിയും കുറച്ച് വേപ്പല്ലേ മാത്രം ഇട്ട് മൊരിയിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുള്ളത് അങ്ങടേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അവർക്ക് വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരണു, പച്ചമുളക് ഇടുമ്പോൾ ചോറുണ്ണാൻ പറ്റുള്ള പരാതികൾ അനവധിയാണ്. ഭയങ്കര ടേസ്റ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതാണ്. അപ്പം ഞാൻ കരുതി ഒന്നും വേണ്ട, വെറുതെ സവാളയും കുറച്ച് വേപ്പില മാത്രം ഇട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പിട്ടും മൊരിയിച്ചെടുക്കാം. അതേപോലെ തന്നെ എരിവ് ഭയങ്കര കുറച്ച് മതി അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവ് തീരെ കുറച്ചിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ജോക്കുട്ടനെ വിളിക്കാൻ വേണ്ടി നിൽക്കാം, അവനെ വിളിച്ച് റെഡിയാക്കി എടുക്കാം എന്നൊക്കെയുള്ളൊരു മൈൻഡാണ് കേട്ടോ എനിക്ക്. ഞാനപ്പോൾ ഗോതമ്പിൻ്റെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. മുട്ടയിട്ട് പൊട്ടിച്ചൊഴിച്ചത് കൊണ്ടിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് അതിൽ നിന്ന് കുഴപ്പമില്ലാണ്ട് വിട്ട് കിട്ടും. പിന്നെ ആദ്യത്തെ ഒരു ചടങ്ങാണല്ലോ, നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് പോർന്ന് കിട്ടാനായിട്ട് ഇച്ചിരി ചടങ്ങാണ്. അപ്പം ഞാൻ വെള്ളം അവിടെ ചൂടാക്കാൻ, എൻ്റെ മോൾക്ക് മേല് വേദന എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും പനിയുള്ളത് കൊണ്ട് പേടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മേത്ത് ഒഴിക്കാൻ വേണ്ടി അവിടെ ദേഹത്ത് മാത്രം ഒഴിക്കുള്ളൂ, തലയിൽ ഒഴിക്കരുതെന്ന് പറയും. കാരണം മുടിക്കത് ദോഷമാണ്, ചൂടുവെള്ളം ചെല്ലുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ് തലയ്ക്കൊക്കെ, തലനീരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങും നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ദേഹത്ത് ഒഴിക്കാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് അവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ട, മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പാൻ കേക്ക് പോലെ ആയി പോകുമെന്നൊരു തോന്നലൊന്നും വേണ്ട കേട്ടോ. ചേച്ചി എണീറ്റ് പഠിച്ചത്, ചേച്ചി കുളിക്കാൻ പോലെയാണ്. കണ്ണ എണ്ണീറ്റ് നോക്കട്ടെ അമ്മ, വലുതായ നോക്കട്ടെ, ഉറങ്ങി എണ്ണീറ്റപ്പ. പുന്നാരേ പപ്പ എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോഴത്തേനും മകം വീഴാണ്ടിരിക്കാൻ വേണ്ടി ചുറ്റിനും തലോണി കൊണ്ട്
മതിൽ കെട്ടി വെച്ചിട്ടാണ് പോയേക്കണത്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ പനിയുണ്ട്. പല്ല് തേപ്പിച്ചപ്പോൾ കുറച്ച് ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ കരുതി വേണ്ട, വിടണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എണ്ണീപ്പിച്ചു വന്നാലും എണ്ണീറ്റിരിക്കും പൊന്നാന്ന് പറഞ്ഞു. കിടന്നാൽ പിന്നെ കുഞ്ഞിന് ക്ഷീണം കൂടും. എനിക്ക് ഭയങ്കര വിഷമാണ്. അവനെന്നല്ല പിള്ളേർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും വന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ അമ്മമാരെ അങ്ങനെയല്ലേ. സ്കൂളിൽ വിടണില്ല അവനെ ഭയങ്കര ചുമ. അപ്പൊ കുളിക്കാൻ കയറിയപ്പോ അമ്മ പല്ലേപ്പിച്ചപ്പേ അപ്പൊ കൊറേ ഛർദിച്ച്. വെള്ളം അവിടെ ഇല്ലേ? ജഗ്ഗിലില്ലേ? ജഗ്ഗിലുണ്ട് വെള്ളം. അപ്പോൾ ജോക്കുട്ടനെ വിടണില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് സങ്കടം. അപ്പോൾ സങ്കടമാണ്. അപ്പം കാരണം പണിയെടുക്കുന്നൊന്നും നീങ്ങില്ല എന്ന് തോന്നും. അപ്പം പിന്നെ ഞാൻ അവനെ പല്ല് തേപ്പിച്ചപ്പോൾ കുറച്ച് വൊമിറ്റ് ചെയ്തു. കഫമാണ് ഛർദ്ദിച്ചത്. അപ്പം ഞാൻ കരുതിന്ന് വിടണ്ട, ഇനി സ്കൂളിൽ പോയിട്ട് ഛർദ്ദിച്ചാലൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ആ ആൻറ്റിക്കുള്ള ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവിടെ റെഡിയാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. ചോക്കുട്ടിനെ കെട്ടിയ ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടോ. എനിക്ക് സങ്കടം വന്നു അങ്ങനെ മാറ്റിയപ്പോഴത്തേനും. അപ്പം ഞാൻ എന്താ അവനെ കൊണ്ടുവന്നിരുത്തി ചേച്ചിയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേനും അവന് വയ്യ, അവൻ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുത്തി ഒന്ന് പുന്നാരിപ്പിച്ചൊക്കെ വാരി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു കഞ്ഞി കുടിക്കാൻ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവന് കഞ്ഞി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അവന് കഞ്ഞി കുടിക്കണമെങ്കിൽ ചെറുപയറിട്ട് കഞ്ഞി വെക്കില്ലേ, അത് ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് നമ്മളിങ്ങനെ ഒട്ടച്ചു കൊടുക്കണം കുക്കറിലിട്ടിട്ട്, അത് അവന് ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ തന്നെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കഞ്ഞിയും കൊടുത്തു കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഛർദിലൊക്കെ കൂടി പിന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേജായി. പനിയായ ആൾക്ക് വയ്യാണ്ടായി, ക്ഷീണമായി. അപ്പോൾ അത് അന്നമോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാണ്. മുടിയെല്ലാം രണ്ട് സൈഡും പിന്നി കെട്ടണം. അപ്പോൾ രാവിലെ തന്നെ കുളിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം അതാണ് കേട്ടോ, പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ എന്താ നമ്മുടെ കുറച്ച് ഗോതമ്പ് പൊടി നമ്മൾ നനച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നനച്ചല്ല ചോറും കൂട്ടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായല്ലോ. അപ്പം എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന പോലെ പണ്ടത്തെയൊക്കെ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ സമയത്ത് ഉണ്ടാക്കുന്ന പോലെ അപ്പം നമുക്കിപ്പോൾ അതൊരു രുചിയാണല്ലേ. അത് നാവിന് മാത്രമുള്ള രുചിയാണ്. അവർക്കത് വിശപ്പിൻ്റെ ഒരു ഇതായിരുന്നു, വിശപ്പായിരുന്നു അവർക്കത്. നമുക്ക് രുചി മാത്രമാണ്, നാവിൽ നിന്ന് വരുന്ന രുചി മാത്രമാണ്, നാവിലേക്ക് എത്തുന്ന രുചി മാത്രമാണത്. അവർക്കത് വയറിലെ വിശപ്പായിരുന്നു സത്യം. അങ്ങനെ അപ്പം ഞാൻ എന്താ അതേപോലെ ഇടക്കമ്മ ഉണ്ടാക്കും അങ്ങനെ ഇവിടെ. അപ്പം ഞാൻ അതേപോലെ ഇച്ചിരി ശർക്കരയും ഇവിടെ തേങ്ങാപ്പീരി ഇട്ട് വെക്കണ ഒരു സാധനം. ഇടിയപ്പത്തിൽ തേങ്ങാപ്പീരി ഇടാൻ സമ്മതിക്കില്ല, പുട്ടിൽ തേങ്ങാപ്പീരി ഇടാൻ സമ്മതിക്കില്ല. ഇഷ്ടമേ അല്ല പീരിടുന്നത്, പെറുക്കിക്കളയും. അപ്പം എനിക്ക് സങ്കടം വരും. 10-30 രൂപ കൊടുത്തിട്ട് തേങ്ങ മേടിച്ചിട്ട് അതിൻ്റെ പീര് ഇങ്ങനെ പെറുക്കി മാറ്റുമ്പോഴത്തേനും നമുക്കൊരു ബുദ്ധിമുട്ടല്ലോ. പക്ഷെ എനിക്കിഷ്ടമാണ് ഇച്ചിരി ഇടിയപ്പത്തിൽ ഇത്തിരി പീരേക്ക് ഇട്ട് പുട്ടിൽ ഇച്ചിരി പീരേക്ക് ഇട്ട് കഴിക്കണം. അപ്പം ശർക്കരയും തേങ്ങാപ്പീരേക്ക് ഇട്ടിട്ടുള്ള നല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. ചിങ്ങമ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ കുഞ്ഞു പഴങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. ജോക്കുട്ടൻ രാവിലെ മരുന്ന് കഴിച്ചിട്ട് പിന്നെ പയ്യെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.